26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. സ്കൂൾ വേനൽ അവധികൾ ആരംഭിച്ചതിന് പിന്നാലെ യുഎഇയിൽ നിന്നുള്ള പ്രവാസി മലയാളികളിൽ വലിയൊരു വിഭാഗവും നാട്ടിലേക്ക് വരാനുള്ള തിരക്കിലാണ്. ഈ സാഹചര്യത്തിൽ ദുബായിലെയും ഷാർജയിലെയും സ്വർണ്ണ വിപണികളിൽ പ്രവാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നാട്ടിലേക്ക് പോകുന്നതിന് മുൻപ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത് പണ്ട് മുതൽ തന്നെ പ്രവാസികൾക്കിടയിൽ വ്യാപകമായി കണ്ടിരുന്ന പ്രവണതയാണ്. ഇന്ത്യയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ യുഎഇയിൽ സ്വർണത്തിന് വില വളരെ കുറവാണെന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. ഇന്ത്യയിലെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ യുഎഇയിൽ നിന്ന് സ്വർണം വാങ്ങിയ ഏകദേശം 13% വരെ വിലക്കുറവ് ലഭിക്കാറുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ജ്വല്ലറികളും ആഭരണങ്ങളും ഡിസൈനുകളും അനുസരിച്ച് ഈ ലാഭത്തിൽ നേരിയ വ്യത്യാസങ്ങൾ വരാമെങ്കിലും യുഎഇയിലെ വിലക്കുറവ് പ്രവാസികൾക്ക് വലിയൊരു സാമ്പത്തിക നേട്ടം തന്നെയാണ് നൽകുന്നത്. പ്രവാസികൾ വെറുതെ കണ്ട് ഇഷ്ടപ്പെട്ട് ആഭരണങ്ങൾ വാങ്ങാറുമില്ല. പകരം കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഇവർ സ്വർണം തിരഞ്ഞെടുക്കുന്നത്. കല്ലുകൾ പതിക്കാത്ത സാധാരണ സ്വർണ്ണമാലകളും വളരെ ലളിതമായ ഡിസൈനുകളുമാണ് ഭൂരിഭാഗവും സ്വന്തമാക്കുന്നത്. ഇത്തരം പ്ലെയിൻ ഡിസൈനുകളിൽ സ്വർണം വാങ്ങിയാൽ അവ നാട്ടിലെത്തിച്ച് മറ്റ് ആഭരണങ്ങളാക്കി മാറ്റാൻ വളരെ എളുപ്പമാണെന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. മാത്രമല്ല, കല്ലുവെച്ച ആഭരണങ്ങൾ വാങ്ങി പണം പാഴാക്കുന്നത് ഭാവിയിൽ വലിയ നഷ്ടം വരുത്തിയേക്കാം. അതിനേക്കാൾ നല്ലത് കല്ലിന് നൽകേണ്ട പണം കൂടി ഉപയോഗിച്ച് ആഭരണം വാങ്ങുന്നതാണ്. നികുതികളാണ് ഇന്ത്യയും യുഎഇയും തമ്മിലുള്ള ഈ വില വ്യത്യാസത്തിന്റെ പ്രധാന കാരണം. യുഎഇയിൽ സ്വർണത്തിന് ഇറക്കുമതി തീരുവ ഇല്ലെന്ന് തന്നെ പറയാം. കൂടാതെ ഇന്ത്യയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പണിക്കൂലിയും കുറവാണ്. എന്നാൽ ഇന്ത്യയിൽ കസ്റ്റംസ് ഡ്യൂട്ടിയും മറ്റ് പ്രാദേശിക നികുതികളും ചേരുമ്പോൾ സ്വർണത്തിന്റെ വില കുത്തനെ ഉയരുന്നതിന് കാരണമാകും. സ്വർണ്ണ ബിസ്ക്കറ്റുകളോ നാണയങ്ങളോ ആണ് വാങ്ങുന്നതെങ്കിൽ ലാഭം 13% വരെ ഉണ്ടാകുമെങ്കിലും ഇവ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നികുതി ബാധ്യതകൾ ഉണ്ടായേക്കാം. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് പിന്നാലെ സ്വർണ്ണവിലയിൽ ഉണ്ടായ മാറ്റങ്ങൾ പ്രവാസികളെ കൂടുതൽ സ്വർണത്തിലേക്ക് ആകർഷിച്ചിട്ടുണ്ട്. ലഗേജ് നിയമങ്ങളിൽ ഈ വർഷം ഇന്ത്യ വരുത്തിയ ഇളവുകളും പ്രവാസികൾക്ക് അനുകൂലമായി. ഒരു വർഷത്തിലധികമായി വിദേശത്ത് താമസിക്കുന്ന പുരുഷന്മാർക്ക് 20 ഗ്രാമും സ്ത്രീകൾക്ക് 40 ഗ്രാമും സ്വർണ്ണാഭരണങ്ങൾ നികുതിയില്ലാതെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നത് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാക്കിയിട്ടുണ്ട്. കല്യാണ ആവശ്യങ്ങൾക്കുൾപ്പെടെ സ്വർണം സമ്മാനമായി നൽകുമ്പോൾ യുഎഇയിൽ നിന്ന് വാങ്ങുന്നത് വഴി പ്രവാസികൾക്ക് വലിയൊരു തുക ലാഭിക്കാൻ സാധിക്കും. അതിനൊപ്പം യുഎഇയിലെ ജ്വല്ലറികൾ പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടുകളും മറ്റ് ആകർഷകമായ സമ്മാനങ്ങളും ജൂലൈ 31 വരെ പ്രഖ്യാപിച്ചിട്ടുള്ളതും പ്രവാസികളെ ആകർഷിക്കുന്ന ഘടകമായിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.